ഇതുപോലത്തെ വണ്ടി നീ ഓടിച്ചിട്ടുണ്ടോടാ? വാതറന്ന് പറയടാ. എടാ താടിക്കറ നിന്നോടാ ചോദിച്ചത്. എടാ ഊമയാണെങ്കിൽ വാതറന്ന് പറയടാ, ഇതുപോലത്തെ വണ്ടി ഓടിച്ചിട്ടുണ്ടോന്ന്. അവനെ കയറ്റി വിടറോ. എടാ കാര്യമായിട്ടാണ് ചോദിക്കുന്നത്, ഇതുപോലത്തെ വണ്ടി ഓടിച്ചിട്ടുണ്ടോന്ന് പറയടാ. 10-15 ലക്ഷം രൂപയുടെ വണ്ടി ഓടിക്കുന്നത് നമ്മളോടാ. ഇവന്മാര് ചോദിക്കുന്നത് വണ്ടി ഓടിച്ചിട്ടുണ്ടോ എന്ന്. വണ്ടി ഓടിച്ചോണ്ട് വന്നപ്പോ എന്തായിരുന്നു അഹങ്കാരം? ഇപ്പൊ എന്തായി? എങ്ങനെ എന്തോ എണീക്കണത്. എടാ കോപ്പന്മാരെ, നിന്നോടൊക്കെ എത്ര വട്ടം ഞാൻ ചോദിച്ചടാ, ഇതുപോലത്തെ വണ്ടി ഓടിച്ചിട്ടുണ്ടോ എന്ന്. എടാ ഇതിന്റെ ബ്രേക്ക് എവിടെയെന്ന് അറിയാൻ വേണ്ടിട്ടാണ് ചോദിച്ചത്. കാലന്മാരെ. സൂര്യ ഇവിടെ വരൂ. ഭാഗ്യം വരുന്നു. ഇവര് നമ്മുടെ ദരിദ്രവാസികളാ, അല്ല അയൽവാസികളാ. കേട്ട് ഞാനൊന്ന് ഡ്രസ് മാറിയിട്ട് വരാം. പോക്കോ. എന്നെ ഭയങ്കര പേടിയാ. സിനിമാ നടനെ പോലെ ഉണ്ട്. ഒരുങ്ങിയിറങ്ങി എന്നെ കണ്ടാൽ അവനഴിയിലെ മമ്മൂട്ടി എന്നെ ആരും പറയൂ. പിന്നെ ഈ രൂപത്തിലൊന്നും ഒരു കാര്യമില്ല. അവനുണ്ടല്ലോ ആ സൂര്യ, ഒരു ഗജ പോക്കരിയാ. പാവ അവന്റെ അച്ഛൻ നന്നാക്കാൻ വേണ്ടി എന്റെ അടുത്ത് കൊണ്ടുവന്നതാ. ആരോടും പറയണ്ട, നോക്കി ഗർഭമുണ്ടാക്കുന്ന ജാതിയാ. സത്യം പറയണ്ടായിരുന്നു. ആനത്തോടെ പേമരച്ചോട്ടിൽ കത്തിരുന്നു. ആരാടാ ഇത് എഴുതിയത്? സ്നേഹം നിറഞ്ഞ എന്റെ ആനയ്ക്ക് എന്റെ മെസ്സിലെ തൊമരപ്പൈങ്കിളിയാണ് നീ. താമരപ്പൈങ്കിളിയെന്ന എന്റെ മനസ്സിലെ. നിനക്ക് വേണ്ടി എന്റെ ഹൃദയം തടിക്കുന്നു. എന്താടാ ഈ തടിക്കുന്നു? തുടിക്കുന്നു എന്നാണ് സാറേ. നീ എന്റെ കരോളാണ്. കരോളെന്നല്ല, കരളെന്നാണ് എഴുതിയത്. നമ്മുടെ ഇഷ്ടം നക്കിമാഷ് സമ്മതിക്കും. ആരോടാ നക്കി മാഷ്? അയ്യോ, ഞാൻ എഴുതിയപ്പോ വർക്കി മാഷായിരുന്നു. മാഷ് വായിച്ചപ്പോ തെറ്റിപ്പോയതാ. മര്യാദക്ക് മലയാളം എഴുതാ അറിഞ്ഞൂടാ, പ്രേമിക്കാൻ നടക്കുന്നു. ഇനി മലയാളം സാറേ. പണി സൈറ്റ് കിടക്കുന്ന കിടപ്പ് കണ്ടില്ല. ഒരുത്തിനും ഒരു ഉത്തരവാദിത്വമല്ല. സിമന്റ് കയ്യിലൊക്കെ തേച്ചേക്കാം സാറ്. ഇതിനൊക്കെ വെയിറ്റ് കൂടി തുടങ്ങിയ. ആകെ ടയേർഡായി. 11 മണിയുടെ ഇടച്ചായ കുടിക്കാൻ പോയാലോ? അതിന് സമയമായില്ലല്ലോ, നീ ഇപ്പൊ വന്നേലുള്ളൂ. വന്നോണ്ടല്ലേ പറഞ്ഞത്. എന്നാ പിന്നെ ഭാര്യയായിട്ട് സൊല്ലാം. എന്റെ സോമ നിന്ന് വാചടിക്കാതെ വിത്തിയൊന്ന് ഫിനിഷ് ചെയ്യും. പുതിയ സൂപ്പർവൈസർ വന്നിട്ടുണ്ടേ. പണിയെടുക്കടാ. ഞാൻ മുകളിൽ പോയി അല്പം കാറ്റ് കൊണ്ടിട്ട് വരാം. വിയർപ്പിന്റെ അസുഖമുള്ളതാണേ. എന്റെ കാലിന്റെ ഇടയിൽ വന്ന് കയറുന്നത്. ചായ നിന്നോടല്ലേ പറഞ്ഞ എനക്ക് വേണ്ട? പറഞ്ഞില്ല, മിണ്ടാതെ പോയി. അതിനർത്ഥം അതാണ്. കോപ്പി ദാറ്റ്. ചായ എന്ത് ചെയ്യണം? പുഴുങ്ങി തിന്നു. സോറി, റോങ് കമാൻഡ്. ചായ പുഴുങ്ങാൻ പറ്റില്ല. എന്നാ നീ കുടിച്ചോ. ഒരു റോബോട്ട് ഒന്നും കുടിക്കില്ല. ഇതാരാന്നും ചാരക്കൂട്ടിൽ കൊണ്ടുവച്ചത്? മിസ്റ്റർ ഭാസ്കരൻ, പ്ലീസ് ഡോണ്ട് ഷൗട്ട്. BP കൂടും. തലയോട്ടിയിലേക്കുള്ള രക്തയോട്ടം കൂടുകയും ഞരമ്പുകൾക്ക് മർദ്ദം താങ്ങാനാവാതെ പൊട്ടുകയും തലച്ചോറിലേക്ക് രക്തം പ്രവഹിച്ച് കട്ടപിടിച്ച് ഹൃദയത്തിലേക്കുള്ള പമ്പിംഗ് നിൽക്കുകയും ഹൃദയാഘാതം വരെ സംഭവിക്കാവുന്നതുമാണ്. ഇതാരാന്ന് ആടെ വെച്ചത്? മുറി വൃത്തിയാക്കിയപ്പോൾ കണ്ടു. ചാരം തൈക്ക് വളമാക്കാം. കക്കൂസിരുന്ന് വായിക്കണം. നീ വന്ന് നെഞ്ചുമുളഞ്ഞ് നിൽക്കുവോ? അറിവായിട്ട് നിൽക്കാം. നാണം ഉണ്ടോ എനക്ക്? ഉണ്ടാവില്ല. പേപ്പർ കൊണ്ട് ചന്തി തുടയ്ക്കുന്ന നാട്ടിൽ നല്ല വരവ്. നാണം ഉണ്ടാവൂല. നാണം ഇവന് നീ കുറച്ചു നാള് നിന്റെ ഒപ്പം നിർത്തണം. ഈ നാട്ടിൽ നിന്നാ ഇവൻ വഴിതെറ്റും. ഒരുപാട് ഇടവഴികളുള്ള നാട്ടിൽ ആർക്കായാലും വഴിതെറ്റു വച്ചാ എല്ലേളയാ. രുക്മിണി, ഇവൻ ഇപ്പോഴും നിന്റെ കൂടെ വരാൻ സമ്മതിച്ചിട്ടില്ല. ആണോടാ? അവൻ വന്നോളൂ വെച്ചാ. പിന്നെ ഏട്ടന് എറണാകുളത്തേക്ക് ട്രാൻസ്ഫറാ. അതെ അതെ, 32 മാസത്തെ എന്റെ സർവീസിനുള്ളിൽ ഇതെന്റെ 30ാമത്തെ ട്രാൻസ്ഫറാ.
കള്ളന്മാരും റൗഡികളും ഇപ്പോഴും എന്നെ ഭയപ്പെടുന്നു എന്നതിന് തെളിവാണ് ഈ ട്രാൻസ്ഫർ. അളിയൻ മദ്യപിക്കുവോ? ഇല്ല. ഇല്ലേ? എന്നാലും അളിയനെ ഞാൻ കൊണ്ടുപോകും. ഒരു നല്ല മനുഷ്യനായിട്ട് വാർത്തെടുക്കാൻ ഉപദേശിക്കാൻ പറ്റിയ നഗരമാളിയ എറണാകുളം. അളിയനെ ഞാൻ ഉപദേശിച്ച് ഒരു വഴിക്കാക്കി തരാം. പക്ഷെ ഒന്ന്, ഞാൻ വളരെ വളരെ സ്ട്രിക്റ്റ് ആണ്. പരസ്പരം ഒന്നു ചേരാനുള്ള ഒരു അവസരവും നമ്മൾ പാഴാക്കരുത്. ഇന്ന് 1-ാം തീയതി ആണെന്നുള്ള കാര്യം അച്ചുവട്ടൻ മറന്നുപോയോ? ഇതില്ലാതെ ഇങ്ങോട്ട് കയറി വന്ന അച്ചുവട്ടൻ കാണിക്കുന്ന പുകില് എനിക്കല്ലേ അറിയാവൂ. ഇതാ കുപ്പി, ഇതാ കാശ്. ഇനി എനിക്കുള്ളത് ഇങ്ങ് തന്നേക്കൂ. ആ തമ്പുരാട്ടി എന്ത് പറഞ്ഞു? സംഗതി നടക്കില്ല എന്ന് പറഞ്ഞു. ഈശ്വരാ, ഇതാണോ എനിക്കുള്ളത്? കുഴപ്പമില്ല അച്ചുവട്ട, അടി കൂടിയാലും തരുന്ന കാശ് കുറയാതിരുന്നാ മതി. എടി തൊട്ട് നക്കാൻ വല്ലതും എടുത്തോണ്ട് വാടി. കൊണ്ടുവരാം. സംഗതി നടക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കാണാം. അച്ചു ഒരു കാര്യം വിചാരിച്ച അത് നടത്തിയിരിക്കും. പിന്നല്ലാതെ. ഒരു പാട്ടുകാരിയും ഒരു ആട്ടക്കാരിയും. അത് തന്നെ. വെയ് രാജ വെയ്. ഒരു മിനിറ്റ്. ഹലോ, അണ്ണ ഇങ്ങനെ തെറി വിളിക്കരുത്. ശരി, എന്നാ ഞാനും കൂടെ ചേർന്ന് തന്നെ സുധാറിന് നിങ്ങളുടെ കൈ 50,000 രൂപ വാങ്ങിച്ചു കൊടുത്തത്. പക്ഷെ ഞാനിപ്പോ പൊള്ളാച്ചിലാണെന്ന് ഒരാളെ പൊക്കാൻ വന്നത്. ഞാൻ വന്ന് ഇങ്ങനെ തെറി വിളിക്കരുത്. ഒരു മിനിറ്റ്, വേറെ ഫോൺ പറഞ്ഞു. ഹലോ, സുധാര, നിന്നെ കുറിച്ചാണ് ഞാൻ ഇത്ര നേരം സംസാരിച്ചോണ്ടിരുന്നത്. നീ എന്താ മോഹൻ ചേട്ടന് കാശ് കൊണ്ട് കൊടുക്കാത്ത? ഇനി നിന്റെ ഇല്ല, ഇനി ഞാൻ നിന്നോടൊന്നും സംസാരിക്കില്ല. നിങ്ങൾ തമ്മിൽ സംസാരിച്ച് കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്തോ. ആസനങ്ങൾ പലവിധമാണ്. മയൂരാസനം, കുക്കുടാസനം, ശവാസനം, ശൃംഗകേളി ആസനം. ഈ ആസനങ്ങൾ പെട്ടെന്ന് പഠിക്കാൻ ഒരാഴ്ചത്തെ ക്രാഷ് കോഴ്സിനായി ആ കൗണ്ടറിൽ 3000 റിംഗറ്റ് കൊടുത്ത് രജിസ്റ്റർ ചെയ്യണം. ഇനി എല്ലാവർക്കും മടങ്ങാം. എനിക്ക് ജപം തുടങ്ങാൻ സമയമായി. ശിഷ്യരെല്ലാരും പോയല്ലോ? പോയി ഗുരു. ഇനി കാലെടുത്തോ. കാലെടുത്ത് മാറ്റടാ തെണ്ടി. സാറാ, അത് ഞാൻ മുട്ടിയപ്പോ കയറിയതാ. സാറെന്തിനാ ഡൈസ് കിട്ടിക്കഴിഞ്ഞാൽ അയാളെ കൊല്ലൂന്ന് പറഞ്ഞത്? ഇനി ജന്മം ചെയ്ത് അയാൾ ഡൈസ് തിരിച്ചു തരൂ. അതിന് നീ എന്തിനാ അവർക്ക് അതിൻ്റെ ഇടയിൽ കയറി വന്നത്? കുറച്ചുകൂടെ കറക്റ്റ് സാധനം കിട്ടിയാൽ. എന്താ നിന്റെ അത് നോക്കി ഓടിക്കടാ. സാറേ, ഇന്റേണൽ മാർക്ക് ഇവിടെ വെച്ച് തന്നെ നിനക്ക് ഇന്റേണൽ മാർക്ക് വേണോ? സിബിറ തീർന്നിട്ടില്ല, മതി. തിരുമിയാലേ ശരിക്കും ഗുണമുണ്ടാവും. ചവിട്ടി തിരുമണ്ട സർക്കിളേമാൻ ശരിക്കും ചവിട്ടി തിരുമിയതാ. ഇവിടെ വേദനയുണ്ടോ? അവിടെ ഉണ്ട്. അയ്യോ, ഇത് തിരുമല കൊണ്ട് ശരിയാവില്ല. എടോ, മേജർ ഓപ്പറേഷൻ വേണം. അതെന്തിന്? എന്റെ ചെറുകുടലും വൻകുടലും പിണഞ്ഞു കിടക്കുക. കൈ എടുക്കണം അങ്ങോട്ട്. അണ്ടർവെയറിന്റെ വള്ളി കയറി പിടിച്ചിട്ട് ചെറുകുടലും വൻകുടലെന്ന് വൈദ്യന്മാരെ പറയിപ്പിക്കാൻ വേണ്ടി. ഭയങ്കര കോമഡിയാ. അമ്മാവന്റെ ഡെഡ് ബോഡി എടുക്കാൻ പോയതാ. അതിനെന്താ ചിരിക്കാൻ? എങ്ങനെ ചിരിക്കാതിരിക്കും? പുള്ളിക്കാരന് ചിക്കൻ കുനിയെ പിടിക്കുമെന്ന് പേടിച്ച് നാട്ടിൽ നിന്ന് ഡിണ്ടിഗലുള്ള മോളുടെ വീട്ടിൽ പോയതാ. അവിടെ വെച്ച് കാള കുത്തി മരിച്ചു. ഉറക്കപ്പായിന്ന് എഴുന്നേറ്റ് പശു എന്ന് കരുതി കാളയെ കറക്കാൻ ചെന്നതാ. ദോഷം പറയരുത്, കാളയുടെ ഒറ്റ കുത്തിന് തന്നെ അമ്മാവൻ മരിച്ചു കൊടുത്തു. അതുകൊണ്ട് അല്പം സൂക്ഷിച്ച് കളിക്കണം. എന്തിനും ഉടനടി പ്രതികരിക്കാൻ നിൽക്കരുത്. സാറ് തോറ്റു നിൽക്കുകയാണെന്ന് അയാൾക്ക് തോന്നണം. എന്നിട്ട് അവസരം വരുമ്പോ വെട്ടിലാക്കണം. നമസ്കാരം സാറേ. വൈദ്യർക്ക് സാർ എന്നെ ഇടിച്ച പോയിന്റ് ഒക്കെ കൃത്യമായിട്ടൊന്ന് പറഞ്ഞു കൊടുക്ക്. സദവ് എവിടെയാണെന്ന് വൈദ്യർക്ക് പിടികിട്ടുന്നില്ല. സോറി, വീട്ടിൽ അതിക്രമിച്ച് കയറിയപ്പോ. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അതൊന്നും സാരമില്ല. ഇവന് ഇതൊക്കെ പതിവാ. മതി. ഇനി മൊത്തത്തിലൊന്ന് വാറ്റി പുഴുങ്ങി എടുത്താ മതി. ഇവനെ കൊണ്ട് വേറെ ജോലിയുള്ളതാ. നിന്റെ മണം വരുന്നുണ്ടല്ലോ. സംസാരിക്കണം. ഡിവോഴ്സിനും നീങ്ങിക്കോളാൻ പറഞ്ഞല്ലേ? നിങ്ങൾ ഞാനും ഡിഫറന്റ് ആയിട്ടുള്ള രണ്ട് വ്യക്തികളല്ലേ? നമ്മുടെ എന്ന് പറഞ്ഞ് കുറെ കാലം ഒരുമിച്ച് ജീവിച്ചല്ലേ? എന്നെ പോലെ എക്സൈറ്റിംഗ് അല്ലാത്ത ഒരാളുടെ കൂടെ എങ്ങനെയാ ജീവിക്കുന്നത്? 10 കൊല്ലം മുന്നേ എനിക്കതൊരു പ്രശ്നമല്ല. ഇന്നും എനിക്കതൊരു പ്രശ്നമല്ല. ഞാൻ പ്രഗ്നന്റ് ആണ്. പ്രഗ്നന്റ്? ഇതെന്റെ കൊച്ചൊന്നുമല്ല. ഞാൻ ഇതുപോലുള്ള കടകൾ കണ്ടിട്ടുള്ളത് ഫോറിൻ കൺട്രീസിൽ ഇങ്ങനെയുള്ള കടകളെ ഹർത്താലായതുകൊണ്ടായിരിക്കും. ഹർത്താലായതുകൊണ്ട് ഞാൻ ഇമാതിരി ചപ്പട്ട വണ്ടിയും കൊണ്ടുവന്നത്. അല്ലാതെ BMW Q7 കൊണ്ടുവന്നിരുന്നെങ്കിൽ ഹർത്താൽ അനുകൂലികളെ കൊണ്ട് തോറ്റു.
അപ്പൊ സാറിന് ബിസി ഷെഡ്യൂൾ ആണല്ലേ? പിന്നെ ഞാൻ പലപ്പോഴും കേരളത്തിൽ കാണാറില്ലല്ലോ. ഞാൻ ഫുള്ളായിട്ടും നമ്മുടെ ഈ ബിസിനസ് ട്രിപ്പാണ്. ജപ്പാൻ, ഇറ്റലി, ഫ്രാൻസ്, ജർമ്മനി, അമേരിക്ക, കാനഡ. ഫാമിലിയൊക്കെ ഫാമിലി ഉള്ളത് ഫ്രാൻസിലാണ്. പിന്നെ എനിക്ക് വേറെ വീടുണ്ട്, ജപ്പാനിലും ഉണ്ട്. ചില സമയത്ത് ഞാൻ ജപ്പാനിൽ ചെല്ലുമ്പോ അവള് പറയും ഞാൻ ഫ്രാൻസിലാ ഉള്ളത്. ഞാൻ ഫ്രാൻസിൽ ചെല്ലുമ്പോ അവള് പറയും അയ്യോ ഞാൻ ജപ്പാനിലാ ഉള്ളത്. പരസ്പരം കണ്ടുമുട്ടാറേയല്ല. അതൊക്കെ വളരെ ചുരുക്കമാണ്. ഒരു ദിവസം ഒരു കോമഡി ഉണ്ടായി. ഞാനിങ്ങനെ വീട്ടിൽ ചെന്നപ്പോ എന്റെ മകൻ എന്നോട് പറയാ, ദേ കാശ് കൊണ്ടുവരുന്ന അങ്കിള് വരുന്നമ്മേന്ന്. അതിനുശേഷം ഞാനൊരു തീരുമാനമെടുത്തു, ഫാമിലിയെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സെറ്റിൽ ആക്കും. അങ്ങനെ ഞാനിപ്പോ ചൈന, ദ ബെസ്റ്റ് പ്ലേസ്. ചൈന നല്ല പ്ലേസ് ആണ്, നല്ല സ്ഥലം. അങ്ങനെ അങ്ങോട്ടേക്ക് സെറ്റിൽ ആവാൻ. നിനക്ക് വിഷഹാരി അറിയില്ല. വിഷ ഊതി കയറ്റാനും ഊതി ഇറക്കാനും ഒരു നിമിഷം വേണ്ടിരിക്കെ. വിഷരാജനാ ഞാൻ. കടൽപ്പാമ്പിനെയും കരപ്പാമ്പിനെയും കണ്ട എങ്ങനെ തിരിച്ചറിയാം? പാമ്പിനെ പിടിച്ച് വെറുതെ നക്കി നോക്കുക. ഉപ്പുരസം ഉണ്ടെങ്കിൽ അത് കടൽ പാമ്പ്. ആശാനെ, മുള്ള് ഇവിടെ വെച്ച് വേണ്ട, അങ്ങോട്ട് മാറി നിന്ന് മുള്ളുക. അതല്ല, കാലി മുള്ള്. കാലിലെങ്ങനെ മുള്ളിയാ കൊന്നുകളയും ഞാൻ. ഇവിടെ ആരും ഇല്ലേ? ഞാനിവിടെ നിൽക്കുന്നത് കണ്ടൂടാടാ തെണ്ടി. അന്തപുരത്തിൽ അമ്മച്ചിയുടെ പേരെന്താ? പാലിന്റെ പാത്രം ഒഴിഞ്ഞെങ്കിൽ തന്നോളൂ. ഓഹോ. നീ മല്ലയ്യയുടെ വീട്ടിൽ കയറി താമസിച്ചിട്ടും മല്ലയ്യയുടെ മനസ്സിൽ കയറി താമസിച്ചത് ആ ഡോക്ടർ പെണ്ണായി പോയല്ലോ ഗൗരി. ചില മുതലാളിമാരൊക്കെ അങ്ങനെയാ പരമുള്ളേ. വീട്ടിലൊരു സെറ്റപ്പ് ഉണ്ടെങ്കിലും കല്യാണം കഴിക്കുന്നത് വേറെ പെണ്ണിനെ ആയിരിക്കും. ഇഷ്ടപ്പെട്ടില്ലേ? പെട്ടില്ല. മാപ്പൊന്നും പറയണ്ട, പൊക്കോ. വൃത്തിയായിട്ടവനെ ഉമ്മ വെച്ച് കളിക്കുന്ന. ചെവിയും കെട്ടൂടാ, കണ്ണും കണ്ടൂടാ. ശിവനെ, ഇത് യാത് ജില്ല. ബിസിനസ് ടൂറും കഴിഞ്ഞ് തിരികെ വരുമ്പോ നിങ്ങളെ കാണുക, നമ്മളെല്ലാവരും കൂടി ഒരു യാത്രയും. ഏതായാലും ഭാഗ്യമാ ഞാൻ നിങ്ങളുടെ കൂടെ കൂടിയത്. അത് ശരിയാ. അപ്പൊ നിങ്ങൾ ഇവിടെ കുറച്ചു കാലം കാണുമല്ലോ അല്ലേ? ചില പ്ലാനൊക്കെ ഉണ്ട്. എന്നാ പിന്നെ ഈ സെലിബ്രേഷൻ സ്ട്രോങ് ആവട്ടെ. കുടിയന്മാർക്ക് ഏറ്റവും കൂടുതൽ കുടിക്കാൻ പറ്റിയ ഒരു ദിവസമുണ്ട്. ഏതാന്ന് പറയാം? അതാണ് ഹർത്താൽ ദിവസം. വാപ്പണറുണ്ട്. ഹർത്താൽ കീ അടിവാളായിട്ട് എനിക്ക് ചുറ്റും 8 പേരാ. അത് നിസ്സാർക്കാരല്ല, വടക്കമ്മലെന്നുള്ള ടീം. ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ, ഓടാൻ പറ്റുമോ? പലപ്പോഴായിട്ട് ഓടിയിട്ടുള്ളല്ലേ, പിന്നെന്താ? ചുറ്റും വടിവാളായിട്ട് നിൽക്കുമ്പോ ഓടാൻ ഗ്യാപ്പ് വേണ്ടേ? മാത്രമല്ല, ലോറിയുടെ സ്റ്റിയറിംഗ് ഇതാ ഈ നെഞ്ചിലും. സ്റ്റിയറിംഗ് അല്ല, ഈ ലോറി തൊഴിലാളികളാണല്ലോ അധികം ഗുണ്ടകളും. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞ് ബോധം തെളിയുമ്പോ ഞാൻ അബോധാവസ്ഥയിൽ കിടക്കായിരുന്നു. ഒരു കണക്കിന് ഞാൻ ലോറിക്ക് അടിയുന്നു, റോട്ടിൽ നിന്ന് എഴുന്നേറ്റ് നേരെ പൈപ്പിന്റെ മുട്ടി പോയിട്ട്. സൺഡേ സ്കൂൾ വാർഷികത്തിന് നിങ്ങൾ ഓരോരുത്തരും ഓരോരോ കലാപരിപാടികൾ അവതരിപ്പിക്കണം. പാട്ടോ ഡാൻസോ ഡ്രാമയോ എന്തുമാവാം. പക്ഷെ ഒരു കാര്യം വേദപുസ്തകത്തിൽ നിന്നായിരിക്കണം. ആലോചിച്ചോളൂ, ആലോചിച്ചോളൂ. പോളി, നീ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ മിമിക്രി ചെയ്യാം. വേദപുസ്തകത്തിൽ നിന്ന് മിമിക്രിയോ? അങ്ങനെയാണെങ്കിൽ മോളിക്കുട്ടി ഞാനും കൂടെ ഫാൻസി ഡ്രസ് ചെയ്യാം. ഫാൻസി ഡ്രസ് കൊള്ളാം, പക്ഷേ ഡ്രസ് എടുക്കാനുള്ള 10 പൈസ പള്ളിയിൽ നിന്ന് കിട്ടത്തില്ല. അതിന്റെ ചെലവ് പോളി തന്നെ വഹിക്കണം. ഇതിന് ഡ്രസ്സൊന്നും വേണ്ടച്ചോ, ഞങ്ങൾ ആദോ അവയാണ് ചെയ്യുന്നത്. പോളി, നിന്നോട് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, പാപികൾക്ക് സ്വർഗത്തിൽ നോ അഡ്മിഷൻ. ഇരിക്കവിടെ. Can you tell me what happened? My wife hit with the bottle. Oh my god. Yeah, when I saw his blood, എന്റെ പൊന്നളിയ അപ്പൊ തന്നെ ഞാൻ തലയിറങ്ങി നിലത്ത് വീണ്. പിന്നെ Actually she is പക്ഷെ ഒരുത്തനെ തട്ടിയിട്ട് ഉടനെ തന്നെ തിരിച്ചു പോണം. 2 ഔൺസ് ദശമൂലം അരിഷ്ടം കഴിക്കുന്നുണ്ട്. അപ്പൊ തല്ലു നടത്താൻ പോവുകയാ. ആരാ കക്ഷി? കൊലക്കേസിൽ എനിക്കെതിരെ സാക്ഷി പറഞ്ഞ സുരേഷ് ഇല്ലേ, അവനെ തന്നെ. കൊലക്കേസോ? വാ, വാഴത്തോട്ടത്തിൽ നിന്ന് കൊലവെട്ടിയ കേസില്ലേ, ആ നായിന്റെ മോനല്ലേ എനിക്കെതിരെ പോലീസിന് മൊഴി കൊടുത്തത്. അവന്റെ കണക്ക് തീർത്തിട്ട് എന്നെ ബാക്കി കാര്യം. അരിഷ്ടം കുടിച്ച വകയിൽ ഇവിടെ കുറച്ച് കണക്ക് ബാക്കി. എന്തോ എങ്ങനെ? ഇനി കുറച്ച് ധന്വന്തരി കുഴമ്പെടുത്ത് വെച്ചോ. ആടി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എനിക്കൊന്ന് പുരട്ടാനാ. ബുദ്ധിജീവിടാ, ക്ണാപ്പാടാ. എടാ, ഇന്നെങ്കിലും പോയി അടിച്ചനച്ച് കുളിച്ചിട്ട് വേണമെങ്കിൽ അവന്റെ ബോഡിക്ക് റീത്ത് വെക്കാൻ പാടാ. എല്ലാത്തിനും കാണിച്ചു തരാം. ഇങ്ങനെ പേടിക്കലടാ, ആണുങ്ങളെ വില കളയാനായിട്ട്. ജസ്റ്റാനിന് ഇഷ്ടായോ? പറ. നിർത്തടാ.
റോഡിലൂടെയാണാടാ സൈക്കിൾ ഓടിക്കുന്നേ. ഒരു കൊലക്കേസ് കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ, വെറുതെ എന്നെ വീണ്ടും ജയിലിൽ കയറ്റിക്കരുത്. ചേട്ടാ ഇന്നത്തെ കേരള അതെന്താ നാളെ കേരളം ഇല്ലേ? ബഗേഴ്സ്. ഇവനെ കൊണ്ടുപോയി കുളിപ്പിച്ച് ശുദ്ധമാക്കും. ശരി. ക്ഷമിക്കണം, കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ കുളിച്ചതാ. ഇനി അടുത്ത ഞായറാഴ്ച കുളിക്കാവൂ. വ്രതമുണ്ട്. എന്നെ കൊണ്ടിട്ട കുളത്തിലെ മീനുകളെല്ലാം ചത്ത് പെരുവും. അമേരിക്കയിൽ ഒരു കേസിന്റെ ഡീറ്റെയിൽസാ പിടിച്ചേ. ഇതെന്തിനാ എനിക്ക്? അല്ല താനല്ലേ വക്കീല്. ഓ അത് ശരിയാണല്ലോ, സോറി. ഒരു ഹിന്ദി പ്രൊഡ്യൂസറിനോട് ഡിസ്കഷൻ ഇരിക്കുമ്പോൾ നിന്റെ കേസിന്റെ കാര്യം ഞാൻ അയാളോട് പറഞ്ഞു. അപ്പൊ അയാൾ ഈ കാര്യം പറഞ്ഞത്. മതി, ഇത് ധാരാളം മതി. അപ്പൊ നമ്മൾ കേസ് ജയിക്കുമല്ലേ? ഇനി ഈ കേസ് ജയിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. പക്ഷെ ജയിക്കാനായാലും തോൽക്കാനായാലും ഇത് മതി. എന്തെങ്കിലും മതിയല്ലോ. സിസ്റ്റേഴ്സ്, ഈ അടുപ്പിൽ പാലുകാച്ചൻ തീരുമാനിച്ചോ? നന്നായി. ഞാൻ ഫയർ എഞ്ചിൻ വിളിച്ചിട്ട് വരാം. ആദികേശവ, ജീവൻ വേണമെങ്കിൽ ഓടിക്കോ. ഉയിര് കിടന്നാൽ നിനക്ക് വായിച്ചെങ്കിലും ജീവൻ. വെൽക്കം ഹോം. എന്താടാ നിന്നെ പോലീസ് പിടിച്ച? എന്നെ പോലീസ് പിടിച്ചതല്ല, ഞാൻ പിടികൊടുത്തതാ. എന്തിന്? പട്ടിണി കിടന്ന് ചാകാതിരിക്കാൻ. നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോ? ഇല്ല. പോലീസ് പിടിക്കുന്നതിന് മുമ്പ് അത് കഴിച്ചായിരുന്നു. ഞാൻ അപ്പോഴും കഴിച്ചിട്ടില്ല. അയ്യോ മിസ്റ്റർ വരൻ, ഇന്ന് ഉച്ചയ്ക്ക് എന്താ കഴിക്കാനുള്ളത്? അല്ലെ സ്മെല്ലൊന്നും വരുന്നില്ല. ഒന്ന് വാ തുറന്ന് പറഞ്ഞിട്ട് പോയ എന്താടാ പട്ടി? അതല്ല ടെലിഫോൺ. ഹലോ, ചേറ്റ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ടാണോ ഫയർ സ്റ്റേഷൻ ചോദിക്കുന്നത്? ആ എന്താ കാര്യം? ഫുഡത്ര തീ പിടിച്ചോ? സാരമില്ല, ഞാൻ ഫയർ സ്റ്റേഷനിൽ വിളിച്ചു പറയാം. പിന്നെ ഫയർഫോഴ്സ് അവിടെ എത്തുന്നത് വരെ തീ അണയാതെ നോക്കണം. അഥവാ അണഞ്ഞു പോയാൽ വല്ലതൊക്കെ വാരിയിട്ട് കത്തിച്ചോണ്ട് എന്നെ പറയിപ്പിക്കരുത്. ഇത്രയും കാലം കാട്ടാപ്പള്ളിയുടെ കൂടെ ആണെന്നിട്ട് എന്ത് ധൈര്യത്തിലാണ് നിങ്ങളുടെ കയറി വന്നേ? പൊക്കണം. ഞാൻ പോവൂല. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? ഞാൻ പോവൂലെന്നാലും ഞാൻ ആദ്യം പറഞ്ഞു. കിടക്കുന്നത് കണ്ടില്ലേ? അത് ചോദിക്കണേ. ഒരു ഗുണ്ടെ തല്ലുന്നതിനൊക്കെ ഒരു അതിലുണ്ട്. ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടുമാതിരി ഒരുമിച്ചല്ലേ കടിച്ചു പറിക്കണത്. നാണമില്ലടാ നിനക്കൊക്കെ. ധൈര്യം ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വേണം. ഒറ്റയ്ക്ക് വന്നാ എനിക്ക് അത്രയും കുറച്ചടി ഉണ്ടാ മതിയല്ലോ. മല്ലയാ, ഞാൻ പോകണേ. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയി പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി. അറിഞ്ഞില്ലേ നിങ്ങള്? ഏതോ പരമനാറി മല്ലയുടെ ലോറിയും കെട്ടിന് പോണ വഴി നിയന്ത്രണം വിട്ട ആശാന്റെ ഹൗസിംഗ് അത് ഞങ്ങൾ അറിഞ്ഞല്ലോ. ഏതവനാണ് ലോറി കത്തതെന്ന് മല്ലയ്ക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. ദമു, എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. ഇനി നീ എങ്ങാനും ഞാനോ? ഇവനാരാ? പൊറോട്ട റേപ്പിസ്റ്റോ? ഇവന്റെ വയറ്റില് കൊക്കോ പുഴുവല്ല, കൊക്കോ പാമ്പാന്നാ തോന്നുന്നത്. നീയൊക്കെ കണ്ണുവെച്ച് പഴയ പോലെ ഒന്നും കഴിക്കാൻ പറ്റണ്ടായി. ചേട്ടാ 2 പ്ലേറ്റ് മട്ടൺ ഫ്രൈ. ജി സർ. എന്ത് വൃത്തികെട്ട ചിക്കൻ കറിയാടാ ഇത്. വായി വെച്ച് കഴിക്കാൻ കൊള്ളില്ല. ആരും കഴിക്കല്ലേ. വിട്ടേക്കടാ. എങ്ങനെ വിടാൻ? കാശ് കൊടുക്കുന്ന സാധനമല്ലേ ഇത്, ചോദിക്കണമല്ലോ. ഇങ്ങോട്ട് വന്നേ. ആരോടെ ചിക്കൻ കറി ഉണ്ടാക്കിയത്? തന്റെ മാനേജറെ വിളിക്ക്. നീ കഴിക്കാതിരുന്ന ചോദിക്കണം സാമേ, മാനേജറെ വിളിക്കണോ? കാശ് കൊടുക്കുന്ന സാധനമല്ലേ. യെസ്, ഐ ആം ദ മാനേജർ. വാട്ട് യു വാണ്ട്? ഇതുപോലത്തെ 2 പ്ലേറ്റ് ചിക്കൻ കറിയും കൂടെ വേണമായിരുന്നു. നിങ്ങക്ക് വേണ്ടേ?